4 ബേസിക് സ്കിൽസ് ഓഫ് എ സെയിൽസ്മാൻ. ഒരു സെയിൽസുകാരന് ആവശ്യമായിട്ടുള്ള 4 ബേസിക് സ്കിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ബെറ്റർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഒരു വിഷയത്തെക്കുറിച്ച് ഏറ്റവും ലളിതമായ രീതിയിൽ ഒരു കൊച്ചു കുട്ടിക്ക് വരെ മനസ്സിലാവുന്ന രീതിയിൽ ഒരാളുടെ മുന്നിൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ യു ഹാവ് എ ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അതായത് ആർക്കും മനസ്സിലാവാൻ പറ്റാത്ത ഹൈ റിസ്കി ടേംസ് ഉപയോഗിക്കുന്നതിലല്ല ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇരിക്കുന്നത്. മേക്ക് ഇറ്റ് സിമ്പിൾ. ഐൻസ്റ്റീൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയോ? ഇഫ് യു കാൺ മേക്ക് ഇറ്റ് സിമ്പിൾ, അതായത് നിനക്ക് ഒരു മാറ്റർ വളരെ ലളിതമായിട്ടും സിമ്പിളായിട്ടും എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അതിനർത്ഥം നിനക്ക് ആ വിഷയത്തെക്കുറിച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു നോളേജും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അതിൻ്റെ അകത്ത് കടിച്ച പൊട്ടാത്ത ഒരു വാക്കുകളും യൂസ് ചെയ്യാതിരിക്കുക. സ്കിൽ നമ്പർ 2, ബി ആൻ എക്സ്പേർട്ട്. ആ ഫീൽഡിൽ, ആ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഇൻഡെപ്ത് നോളജുള്ള ഒരു സെയിൽസ്മാൻ്റെ, ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്താണ് ഞാനിരുന്ന് സംസാരിക്കുന്നതെന്ന് ഒരു കസ്റ്റമർക്ക് ഫീൽ ചെയ്യണം. സോ നിങ്ങൾ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏത് ഫീൽഡ് ആയിക്കോട്ടെ, യു ഹാവ് ടു ബിക്കം ആൻ എക്സ്പേർട്ട് ഇൻ ദാറ്റ് ഫീൽഡ്. സ്കിൽ നമ്പർ 3, കണ്ടിന്യൂസ് ലേണിംഗ് സ്കിൽ. സെയിൽസ് എന്ന ഫീൽഡിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഡെയിലി അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ നമ്മളൊരു സെയിൽസ്മാനേ അല്ല. സെയിൽസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രൊഫഷൻ പോലെയല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അക്കൗണ്ടൻറ്റിന് ജോബ് നോക്കാം. ഇന്ന് എഴുതിയത് തന്നെയാണ് നാളെയും എഴുതാൻ നിൽക്കുന്നത്, നാളെ എഴുതിയത് തന്നെയാണ് മറ്റന്നാൾ എഴുതാൻ നിൽക്കുന്നത്. അങ്ങനെ ഒരു അക്കൗണ്ടൻറ്റ് മരിക്കണം അതുവരെ എഴുതുന്നത് ഡെയിലി ഉള്ള ഒരു വർക്ക് മാത്രമാണ്. പക്ഷേ ഒരു സെയിൽസുകാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കണ്ട കസ്റ്റമർ അല്ല നാളെ കാണുന്നത്, നാളെ കണ്ട കസ്റ്റമറേ അല്ല മറ്റന്നാളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സെയിൽസ്മാൻ വ്യത്യസ്ത കസ്റ്റമറുടെ അടുത്ത് പോകുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ പെർഫോം ചെയ്യേണ്ടത്. സോ ഒരു സെയിൽസുകാരന് വേണ്ട 3rd മെയിൻ സ്കില്ലാണ് കണ്ടിന്യൂസ് ലേണിംഗ് സ്കിൽ. ദ 4th സ്കിൽ, ടീം വർക്ക്. നമുക്കറിയാം, ഒരു സെയിൽസിൽ ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എക്സിക്യൂട്ടീവ് ആവും, പിന്നെ അതിന് മുകളിൽ സെയിൽസ് ഓഫീസറാവും, അതിനുശേഷം സെയിൽസ് ഹെഡാവും, അതിനുശേഷം ചിലപ്പോൾ ഏരിയ ഹെഡാവും. അങ്ങനെ പല പല പൊസിഷൻക്ക് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഈ സെയിൽസ് ഫീൽഡിൽ നിനക്കൊരു ബെസ്റ്റ് ഫ്യൂച്ചർ ഉണ്ടാവണമെങ്കിൽ നീ ആദ്യമായിട്ട് എന്ത് ചെയ്യണം? ഒരു ടീം ലീഡ് ചെയ്യാനുള്ള എബിലിറ്റി നീ ഉണ്ടാക്കിയെടുക്കണം. യു ഹാവ് ടു സ്റ്റഡി ഹൗ ടു ലീഡ് എ ടീം. അങ്ങനെ തുടക്കകാലത്തിൽ ആദ്യം തന്നെ ഒരു ടീം ലീഡർ ആവുക എന്നതാവരുത് നമ്മുടെ ടാർഗറ്റ്. ഒരു ടീമിനെ ബിൽഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നാവണം നമ്മുടെ ടാർഗറ്റ്. സോ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റിയ ഒരുത്തനായിരിക്കണം നമ്മുടെ തുടക്കകാലം തൊട്ടേ നമ്മൾ. 4 ബേസിക് സ്കിൽസ് നിങ്ങൾക്ക് സെയിൽസിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അസ്റ്റോണിഷിംഗ് പെർഫോമൻസ് നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. സോ focus on these 4 basic skills of a salesman. Thank you. Signing off, Binshad.